എക്സ്ക്യൂസ് മീ ഗൈസ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എവർ യൂട്യൂബ് വീഡിയോ ആണ്. ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ്. യെസ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് ഇടണം, എങ്ങനെ പറയണം, എന്ത് പറയണം, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഇതാണ് അമേറ്റിക്കര പാടം. ഇത് നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പം വിവിധ തരം പുല്ലുകൾ, അങ്ങനെ ഞങ്ങൾ കുറെ നടന്നു. പിന്നെയും നടന്നു. ശ്യാമേട്ടൻ നടന്നു. ആദ്യം മന്ദം നടക്കൽ. പിന്നെ ഞാൻ നടന്നു. പാടവരമ്പത്ത് കൂടെ നടന്നു. പാടവരമ്പത്തിന്റെ അരുവിലൂടെ നടന്നു. ചളിയിലൂടെ, മണ്ണിലൂടെ, പുഴയിലൂടെ, പുല്ലിലൂടെ. ഇത് വേറെ മാവിന്റെ മുമ്പത്തുള്ള സാധനമാണ്. ഇത് നെല്ലിന്റെ മുകളില് മഞ്ഞത്തുള്ളികൾ. വാ, ഒരു കൊക്ക് പറന്നു പോകുന്നു. ഓ, ശ്യാമേട്ടന്റെ തടിയൻ കയ്യ്. ശ്യാമേട്ടൻ ഇതാ ഒരു പൂ പറിച്ചു. അപ്പൊ ഞങ്ങക്ക് തോന്നി ഒരു ബൊക്കെ ഉണ്ടാക്കാന്ന്. എന്ത് ബൊക്കെ? രണ്ടുപേരും കൂടി ബൊക്കെ ഇടാൻ തീരുമാനിച്ചു. വെറും ബൊക്കെ ഉണ്ടാക്കില്ല, മത്സരമാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഓരോ പൂക്കൾ തിരഞ്ഞു. ഇത് ആദ്യം കണ്ട വയലറ്റ് പൂവാണ്. എന്തുവാന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ പൂവ് തെരഞ്ഞ് നടന്നു തുടങ്ങി. നടന്ന് മാനത്ത് വരെ പൂ അന്വേഷിച്ചു. മാനത്തും പോവില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്നു. അങ്ങനെ ശ്യാമേട്ടന് കുറച്ച് പൂ കിട്ടി. ഇത് വേറെ തുമ്പ പൂവ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗെയ്സ്? ഇതൊന്നും ഞങ്ങളുടെ അവിടെ മാത്രമേ കിട്ടുള്ളൂ. നല്ല ഫ്രഷ് തുമ്പപ്പൂവ്. നോക്കി വന്നു. പിന്നെ ശ്യാമേട്ടന് പൂ കിട്ടി. അതും ശ്യാമേട്ടൻ പറിച്ചു. പരിപാടി തുടങ്ങി. ഈ പൂവൊക്കെ നല്ല എസ്തെറ്റിക് ആയിട്ടല്ലേ? ഇതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്താണ്. അങ്ങനെ വൈകുന്നേരമായി. എനിക്ക് ഇപ്പോഴും പൂ കിട്ടിയിട്ടില്ല. ഞാൻ നടന്നുകൊണ്ടേയിരിക്കുന്നു ഗൈസ്. പിന്നെ പോയി കുറെ കണ്ടു പൂക്കൾ ഞങ്ങളെ എടുത്തു. അപ്പൊ കുറച്ച് പറവാ. അങ്ങനെ ആശ്രമോള് പരിപാടി തുടങ്ങി. ഇതെന്റെ ബൊക്കെയാണ്. ഇത്ര എസ്തെറ്റിക് ആയി എനിക്ക് മാത്രമേ ബൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശ്യാമേട്ടൻ പിന്നെ അലഞ്ഞു. എന്നിടെ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ കുറച്ച് ചറ വ്ളോഗിലേക്ക് വേണ്ടി എടുക്കാന്ന്. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒക്കെ കട്ട് ചെയ്തു. ഇതവിടുത്തെ ഒരു നൈസ് സ്ഥലമാണ്. അത് ഞങ്ങൾ എടുത്തു. പക്ഷെ ഇത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കോപ്രായതാരം കാണിക്കുന്നുണ്ട്. ശ്യാമേട്ടൻ പറഞ്ഞു കട്ടാക്കാൻ. പക്ഷെ ഞാൻ ചെയ്തില്ല. അങ്ങനെ ഫൈനലി ഇത് ശ്യാമേട്ടന്റെ ബൊക്കെ. ഇതാ ആശമോളുടെ ബൊക്കെ വന്നു. രണ്ടുപേരുടെയും ബൊക്കെ ഒരുമിച്ച് വന്നു. അങ്ങനെ വ്ളോഗ് കഴിഞ്ഞു. അവസാനിച്ചിരിക്കുന്നു. ബൈ ഗൈസ്.